ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മാത്രമേ മനസ്സിലായി. മന്ത്രിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ മറ്റൊന്നുമല്ല. മന്ത്രി ഏതോ ലോകത്താണ്. മുദ്രാവാക്യം വിളിച്ചാൽ കഴുത്ത് മുറിഞ്ഞു പോകും എന്ന് പറയുന്ന മന്ത്രി വിവരക്കേട് പറയുന്ന ഒരു ആരോഗ്യമന്ത്രിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ അവസ്ഥ വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം. ആരുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഒപ്പം നിൽക്കുന്നത്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. നമുക്കറിയാം, പാവപ്പെട്ടവരുണ്ട്, ആശാവർക്കർമാർ, അംഗനവാടി പത്രന്മാർ. അവരോട് ഈ ഗവൺമെന്റിന് ഒരു പ്രതിബദ്ധതയുമില്ല. ആശാവർക്കേഴ്സ് 262 ദിവസം സമരം ചെയ്തു 65 രൂപയുടെ ഒരു ദിവസത്തെ വർധനവിന് വേണ്ടി പ്രതിഷേധിച്ച ആശാവർക്കേഴ്സിനോട് ഒന്ന് സംസാരിക്കാനുള്ള ജനാധിപത്യ ബോധം പോലും പ്രകടിപ്പിക്കാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറായി. അവരെ അംഗീകരിക്കാൻ തയ്യാറായി. 262 ദിവസം വെയിലും മഴയും മഞ്ഞും സഹിച്ച് മുടി മുറിച്ച് സമരം ചെയ്ത ആശാവർക്കേഴ്സിനെ അവഗണിച്ച ശ്രീ പിണറായി വിജയൻ ചോദിക്കാതെ കെട്ടിക്കൊടുത്തു. ജയിൽ പുള്ളികൾക്ക് ഒരു ദിവസം 125 രൂപ. ആരാ ജയിൽ പുള്ളികൾ? അവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് താമ്രപത്രം ലഭിച്ചവരല്ല ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അവർ കോടതി ശിക്ഷിച്ചവരാണ്. കൊലപ്പുള്ളികളായി, കുറ്റക്കാരായി, ലഹരി മാഫിയകളായി, പീഡന കേസിൽ കോടതി ശിക്ഷിച്ച ജയിൽ പുള്ളികളോട് ആഭിമുഖ്യം കാണിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഈ നാടിന്റെ ക്രമസമാധാനം എവിടെ നിൽക്കും? ലഹരി വ്യാപനം ആരംഭിക്കും. ലഹരി വ്യാപനം നമ്മുടെ കൊച്ചുമക്കൾ അവരുടെ മാനസികമായ സമനില തെറ്റി അമ്മപെങ്ങന്മാരെ തിരിച്ചറിയാതെ, രക്ഷകർത്താക്കളെ തിരിച്ചറിയാതെ അവർക്കെതിരെ തിരിയുന്നു, അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മൾ കേരളത്തിൽ കണ്ടു, ഈ ദൈവത്തിന്റെ നാട്ടിൽ ഒരു മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കുന്നു എന്ന് കേട്ടതിനേക്കാൾ നമ്മുടെ മനസ്സിൽ ഞെട്ടലുണ്ടാക്കിയത് ആ മകൻ പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്. നിന്റെ അമ്മയെ വെട്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് ജന്മം തന്നതിന്റെ പ്രതികാരം തീർത്തു ആ സ്ത്രീയോടെന്ന്. പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാവിനെ, സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലുന്നത് പ്രതികാരമായി ചിന്തിക്കുന്നത് സുബോധ മനസ്സല്ല. അവന്റെ മനസ്സിന്റെ താളം തെറ്റിയിരിക്കുന്നു. ആ താളം തെറ്റിക്കുന്നത് ഇവിടത്തെ ഈ ലഹരി മാഫിയ സംഘമാണ്. എവിടെയാണ് പിണറായി വിജയൻ? എവിടെയാണ് ഗവൺമെന്റ്? എങ്ങോട്ട് പോകുന്നു ഗവൺമെന്റ്? അപ്പൊ ഇപ്പോൾ ഇതൊന്നും പിണറായി വിജയൻ സഹിക്കുന്നില്ല. ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പിണറായി വിജയൻ പറയുന്നത് വീട്ടിൽ പോയി ചോദിക്കാനാണ്. ഞാൻ പെരിങ്ങാലക്കാർക്ക് ഉറപ്പു നൽകുന്നു, ചോദ്യം ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന പിണറായി വിജയനെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്ഥിരമായി വീട്ടിലിരുത്താൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. സംശയദേശം അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരാൻ പോകുന്നത്. ഇവിടെ വികസന കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം സംസാരിക്കണം അവസാനിപ്പിക്കുന്നു. അപകടകരമായ ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും കേരളത്തിൽ കൊണ്ടുവരാൻ ആശ്രമിക്കും. ശ്രീ പിണറായി വിജയൻ അറിയാം, ഇനിയും ഒരു അധികാരത്തിൽ കയറാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനഹിതം പിണറായി വിജയനെതിരാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയൻ തോറ്റു. ഈ കഴിഞ്ഞ നാളുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഈ കേരളത്തിൽ മുന്നോട്ട് പോകാൻ, ചവിട്ടി നിൽക്കാൻ, ചിറ്റിരി മണ്ണ് പോലും സ്വന്തമായി പിടിച്ചു നിർത്താൻ കഴിയാതെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അലയുന്ന ശ്രീ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലും കയറി പിടിക്കണം. അങ്ങനെ എവിടെയെങ്കിലും കയറി പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു ശക്തി അപ്പുറത്ത് നിൽക്കുന്നു. അവരും പറയുന്നു കോൺഗ്രസിനെ UDFിനെ തോൽപ്പിക്കണം. അവരുടെ പ്രഖ്യാപിത എതിരാളികളാണെന്നാണ്. അതാണ് BJPയുടെ രാഷ്ട്രീയം. എന്താ? ഞാൻ ഈ പെരിങ്ങാലം എന്ന് പറയുന്നു, നമ്മുടെ നാടിന് പാരമ്പര്യമുണ്ട്, നമ്മുടെ നാടിന് ചരിത്രമുണ്ട്. അവിടെ കേട്ട ബാങ്ക് വിളി വന്നപ്പോൾ പ്രസംഗം നിർത്താൻ നമ്മൾ തീരുമാനിച്ചത് ആരെ ആജ്ഞാപിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. ആ മര്യാദ കാണിക്കാൻ നമ്മൾ തയ്യാറായി. അതാണ് മതസൗഹാർദ്ദം, അതാണ് മതേതരത്വം. നമ്മൾ പഠിച്ച മതേതരത്വം. എല്ലാ മതങ്ങളോടും ബഹുമാനം വേണം, എല്ലാ വിധങ്ങളെയും നമുക്ക് ആചരിക്കണം, എല്ലാ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും നമുക്ക് ബഹുമാനത്തോടു കൂടി കാണണം. അതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ സവിശേഷത. ആ ഇന്ത്യയുടെ മതേതരത്വമാണ് ഇന്ത്യയുടെ ആത്മാവ്. ഈ നാട്ടിന്റെ വൈവിധ്യം
വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്ത ചിന്തകളുമുള്ള ഈ നാടിന്റെ വൈവിധ്യപൂർണമായ സമൂഹം. ആ വൈവിധ്യം ഇന്ത്യയുടെ ദൗർബല്യമല്ല, ആ വൈവിധ്യം ഇന്ത്യയുടെ സൗന്ദര്യമാണ് നമ്മൾ ചിന്തിക്കുന്നു. BJP പറയുന്നത് ആ മതേതരത്വമല്ല വേണ്ടത്. ഈ മതേതരത്വം തകർക്കണം, അതിന് വർഗീയ ചിന്തകൾ ഉണ്ടാക്കണം. ഈ മതേതരത്വം നശിപ്പിക്കണമെങ്കിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കണം, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇല്ലാതാക്കണം. വൈവിധ്യത്തിന്റെ സൗന്ദര്യത്തിൽ സംതൃപ്തരായി മുന്നോട്ട് പോകുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് വിദ്വേഷം ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം. അതുകൊണ്ട് BJP പറയുന്നു, ഞങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആര് തയ്യാറാണെങ്കിലും ഞങ്ങൾ കൈകോർക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ ബന്ധമുണ്ടായിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ തോൽപ്പിക്കാൻ ശക്തമായി മുന്നോട്ട് പോകുന്നു. അതിനവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാലമാണ് ഈ കുന്നത്ത് നാട്ട് ജനങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ 2020 എന്ന് പറയുന്ന പ്രതിഭാസമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുമായി സഹകരിക്കുന്നു. എന്തിനു വേണ്ടി? നമുക്കെതിരെ വോട്ട് ചെയ്യാൻ BJPക്ക് ഒരു തണൽ വേണം. നമുക്കെതിരെ വോട്ട് ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് BJPയെ സഹായിക്കാൻ ഒരു മറ വേണം. ആ മറയായി നിന്നുകൊണ്ട് കേരളത്തിലെ 19 നിയോജകമണ്ഡലങ്ങളിൽ ഈ കുന്നത്തനാട്, ഈ നമ്മുടെ ഈ കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നു 19 സീറ്റ് കൊടുക്കാൻ BJP തയ്യാറാകുന്നു. ആ ദുർബലന്മാരായ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നടക്കുന്ന വലിയൊരു രാഷ്ട്രീയ അരങ്ങേറ്റം ഈ രാജ്യത്തുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ നാട് രക്ഷിക്കുക എന്നത് സാമ്പത്തികമായ ഭദ്രത മാത്രമല്ല, ഈ നാട് രക്ഷിക്കുക എന്നത് വികസനപരമായ പ്രക്രിയ മാത്രമല്ല. ഈ നാട് രക്ഷിക്കേണ്ടത് അതിന്റെ രാഷ്ട്രീയമായ ആദർശ ശുദ്ധിയിലൂടെയാണ്, അതിന്റെ രാഷ്ട്രീയമായ പ്രതിബദ്ധതയിലൂടെയാണ്, അതിന്റെ പ്രൗഢോജ്വലമായ അതിന്റെ രാഷ്ട്രീയ ചിന്തയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്ത് അപകടകരമായ ശക്തി വളർന്നു വരുന്നു. അതാണ് ഈ മാർക്സിസ്റ്റ് BJP സഖ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അസ്വസ്ഥരാകുകയാണ്. എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തീരുമാനമെടുക്കണം. ഈ രാജ്യത്ത് സമാധാനത്തിന്റെ സാഹോദര്യത്തിന്റെ മുദ്രാവാക്യമായി നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾക്ക് സംരക്ഷണം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും മൗലികമായ അവകാശങ്ങൾ, അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ, അവന്റെ ആചാരങ്ങൾ, അവന്റെ മതപരമായ സംവിധാനം, അതിനെ സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടനയാണ് നമുക്ക് ശക്തി നൽകുന്നത്. ആ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ഈ രാജ്യത്ത് വളർന്നു വരുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തീരുമാനമെടുക്കണം. നമ്മൾ BJPയുടെ RSSന്റെ വർഗീയ അജണ്ടക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തിയ പെരിങ്ങാളിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ആ വർഗീയ അജണ്ടയെ താലോലിക്കാനും അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, ഐക്യജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്ന സ്വാർത്ഥ താല്പര്യത്തോടുകൂടി അവരുമായി ആരൈക്യമുണ്ടാക്കി അന്തർധാരയുണ്ടാക്കിയാലും അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ പിന്നാലെ പോകരുത് എന്ന വിശ്വാസ അഭ്യർത്ഥന നിങ്ങളെ മുന്നിൽക്കുന്നു. നമ്മൾ അധികാരത്തിൽ വന്നാൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. ഇന്ന് കോൺഗ്രസിന്റെ പുറത്തിറക്കിയ ദിവസമാണ്. ആ പ്രകടന പത്രികയുടെ ആത്മാവെന്ന് പറയുന്നത്, ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, നമ്മൾ നൽകുന്ന ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി പറയുന്നു നമുക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. നമ്മുടെ സഹോദരിമാർക്ക് KSRTC യാത്രാ സൗകര്യമാക്കുന്നു. നമ്മുടെ പെൺമക്കൾ അവർ പഠിക്കുന്നത് ഗവൺമെന്റ് കോളേജിലാണെങ്കിലും അവർ പഠിക്കുന്നത് എയ്ഡഡ് കോളേജിലാണെങ്കിലും ആ പെൺമക്കൾക്ക്, ഓരോ പെൺകുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് വേണ്ടി 1000 രൂപ ഒരു മാസം കൊടുക്കുമെന്ന് പറയുന്നു. നമ്മുടെ മനസ്സിൽ ഇന്നും സ്വാതന്ത്ര്യത്തിന്റെ, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു കെടാവിളക്ക് പോലെ നമ്മുടെ മനസ്സിൽ ഇന്നും കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഇൻഷുറൻസ് പദ്ധതി, അവസർക്ക്, ആരംഭഹീനർക്ക്, പാവപ്പെട്ടവരുടെ രോഗികൾക്ക് ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ നടപ്പാക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ മുന്നണി പറയുന്നത് ഇതൊക്കെ നടപ്പാക്കാൻ കഴിയുമോ എന്നതാണ്. അത് പണ്ടും അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നു നടപ്പാക്കാൻ വേണ്ടത് നിശ്ചയദാർഢ്യമാണ്. ആ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് പദ്ധതിയും നടപ്പാക്കും. അതിന്റെ ഉദാഹരണമാണ് കൊച്ചിൻ എയർപോർട്ട് നടപ്പാക്കുമെന്ന് ശ്രീ കരുണാകരൻ പറഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു കൊച്ചിൻ എയർപോർട്ട് നടപ്പാക്കുമോ കേരളത്തിൽ? ചില ആളുകൾ പറഞ്ഞു എയർപോർട്ട് നടപ്പാക്കണമെങ്കിൽ എന്റെ മൃതശരീരത്തിലൂടെ പ്ലെയിൻ ഓടണമെന്ന് പറഞ്ഞു. പറഞ്ഞവർ ഇന്നും ജീവിച്ചിരിക്കുന്നു, എതിർത്തവർ ഇന്നും ജീവിച്ചിരിക്കുന്നു, വിമർശിച്ചവർ ഇന്നും ജീവിച്ചിരിക്കുന്നു.
പക്ഷെ കെ കരുണാകരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം ആ എയർപോർട്ട് പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച എയർപോർട്ടായി നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് മാറി. ഉമ്മൻചാണ്ടി വന്നപ്പോൾ പറഞ്ഞു നമ്മൾ കൊച്ചി ഭക്ഷണം കൊണ്ടുവരും. ഉമ്മൻചാണ്ടി വന്നപ്പോൾ പറഞ്ഞു നമ്മൾ ഇൻഫോ പാർക്കിന്റെ സെക്കൻഡ് സ്റ്റേജ് കുന്നത്തുനാട്ടിലേക്ക് നമ്മൾ കടത്തും. ഉമ്മൻചാണ്ടി വന്നപ്പോൾ പറഞ്ഞു നമ്മൾ വാട്ടർ മെട്രോ കൊണ്ടുവരും. ഉമ്മൻചാണ്ടി വന്നപ്പോൾ പറഞ്ഞു നമ്മൾ കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവരും. ഉമ്മൻചാണ്ടി വന്നപ്പോൾ പറഞ്ഞു ഈ നാടിന്റെ ഏറ്റവും വലിയ വികസനത്തിന്റെ വിസ്മയമായി മാറേണ്ട നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരും. അന്ന് ഇവരെന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടി അത് നടക്കുമോ എന്ന് സംശയിച്ചു, ആക്ഷേപം ഉന്നയിച്ചു. ഞാൻ MLA ആയിരുന്നു, സജീന്ദ്രൻ MLA ആയിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ് സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഈ നാട് നമ്മൾ നയിക്കുമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അസംബ്ലിക്കകത്തും പുറത്തും ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ കള്ളനാണെന്ന് പറഞ്ഞ് സത്യസന്ധനായ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഈ പദ്ധതി സാങ്കല്പികമാണെന്ന് പറഞ്ഞ് 4000 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് വ്യാപനത്തിലൂടെ പണമുണ്ടാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നടത്തുന്ന ഒരു തട്ടിപ്പാണെന്ന് പറഞ്ഞ് നമ്മുടെ സങ്കല്പങ്ങളെയും നമ്മുടെ വീക്ഷണത്തെയും എതിർക്കാൻ തയ്യാറായപ്പോഴും ഉമ്മൻചാണ്ടി കുലുങ്ങിയില്ല, ഉമ്മൻചാണ്ടി പതറിയില്ല. ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു, ഏതാരോപണം ഉന്നയിച്ചാലും ഞാൻ പരിശോധിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ കടമുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, ശക്തമായ ഭാഷയിൽ വിമർശിക്കാം, അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷെ ഉറച്ച ശബ്ദത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു, കേരളത്തിന്റെ വികസന വിസ്മയമാകേണ്ട ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഈ പദ്ധതി ഞാൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടിയാണ് ഈ വിസ്മയത്തിന്റെ പിതാവ്. അത് പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കി. ഈ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കണം. സാമ്പത്തികമായി തകർന്ന കേരളത്തെ, കാർഷികമായി തകർന്ന കേരളത്തെ, വിദ്യാഭ്യാസ മേഖലയിൽ വികലപ്പെടുത്തിയ ഈ കേരളത്തെ, ആരോഗ്യ മേഖല തകർന്ന വെന്റിലേറ്ററായ കേരളത്തെ, ചെറുപ്പക്കാരും അതുപോലെ സാധാരണക്കാരും ഇന്ന് ജോലിക്ക് വേണ്ടി അലയുന്ന കേരളത്തെ, ക്രമസമാധാന രംഗത്തുണ്ടായ തകർച്ച മൂലം, മാഫിയ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം മൂലം നാടിന്റെ സന്മനസ് നഷ്ടപ്പെട്ട ഈ കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് യോജിച്ചതല്ല എന്ന തിരിച്ചറിവുണ്ടായി ഈ കേരളത്തെ നമ്മൾ രക്ഷിക്കണം. അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം, നിങ്ങൾ സജീവമായി രംഗത്തുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മേഖലയിലുമുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ട്. അതിന് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി സജീവമായിട്ടുണ്ട്. നമുക്ക് ഈ നിയോജകമണ്ഡലത്തെ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സജീന്ദ്രൻ 10 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തെ പ്രതികരിച്ച സജീന്ദ്രൻ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിന് നിയമസഭയിൽ പോകാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഒരു സ്നേഹിതനായി, സുഹൃത്തായി നിങ്ങളുടെ സുഖദുഃഖത്തെ പങ്കുചേർന്നുകൊണ്ട് ഈ നാടിനുണ്ടായിരുന്നു ശ്രീ സജീന്ദ്രൻ. ആ സുപരിചിതനായ സജീന്ദ്രനെ വിജയിപ്പിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ തിരുവനന്തപുരത്തേക്ക് MLA ആയി ഈ സജീന്ദ്രനെ പറഞ്ഞയക്കാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾക്ക് ആശംസ നൽകുന്നു, നിങ്ങളോട് എല്ലാവിധ സ്നേഹവും പ്രകടിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, പെരിങ്ങാനിയും കുന്നത്തുനാട് പഞ്ചായത്തും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സജീന്ദ്രൻ MLA എന്ന 3 അക്ഷരം നിങ്ങൾ എഴുതി ചേർക്കുമെന്ന് ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി സാഹചര്യം ഉണ്ടാകട്ടെ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വരാൻ പോകുന്ന ഈസ്റ്ററിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.